അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ കുറ്റബോധം ഉണ്ടായിട്ടുണ്ടോ? ഈ കുറ്റബോധം മാറണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ അതിന് കിട്ടിക്കഴിഞ്ഞാൽ കുറ്റബോധം മാറുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊങ്കാല എന്ന് പറയുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തോ. അജാതി ടോർച്ചറാണ് ഈ സിനിമ ഉടനീളം. കാട്ടവരാതം അൾട്രാ പ്രോ മാക്സ് 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 ഇൻഫിനിറ്റി എന്നൊക്കെ പറയില്ലേ, അജാതി ഒരു കൂറ സാധനം. ഈ കാലത്തും ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമോ എന്ന് എനിക്കറിയില്ല. കാരണം പഴയ കാലത്ത് പോലും ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ 8 ഇല പൊട്ടിപ്പോകും. അപ്പോഴാണ് ഈ ഒരു കാലത്ത് ഈ ഒരു സിനിമ എനിക്ക് റിവ്യൂ പറയണതിനുപരി റോസ്റ്റ് ചെയ്യാനാണ് കുറച്ചുകൂടിയും താല്പര്യം. അജാതി കൂറപ്പടം എന്ന് പറഞ്ഞാൽ അജാതി കൂറപ്പടം. ഇതിലെ ഒരു സ്ക്രിപ്റ്റിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു നായികയുണ്ട്. നായിക്ക് ശ്രീനാഥ് ബാസിയാണ് എന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്. അപ്പം ഒരു സീനില് പോയി ഇഷ്ടമൊക്കെ പറയപ്പോ ശ്രീനാഥ് അണ്ണൻ പറയും, എന്റെ പുറകെ ഇനി ഇങ്ങനെ മണപ്പിച്ച് വരരുതെന്നും പറഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ ശ്രീനാഥ് ബാസിയുടെ തൊട്ടടുത്ത ഒരു കൂട്ടുകാരന് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പെണ്ണിന്റെ അടുത്ത് പോയി ഇഷ്ടമെന്ന് പറയും. അപ്പൊ ദേ കിടക്കണു പെണ്ണും ശ്രീനാഥ് ബാസിയുടെ കൂട്ടുകാരനുമായിട്ടുള്ള ഒരു സോങ്. അതിന്റെ അടുത്ത സീനിൽ ഈ പെണ്ണ് പോയി നേരെ പോയി ശ്രീനാഥ് ബാസി അണ്ണനോട് ഇഷ്ടമാണെന്ന് പറയും. അവര് സെറ്റാവും. ദേ അടുത്ത പാട്ട്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ആരുടെ ഇതുപോലത്തെ കൂറ സ്ക്രിപ്റ്റ് എഴുതി വെക്കണേന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഇങ്ങനെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു പോക്ക്. പിന്നെ ബാബുരാജ് ആണ് ഇതില് കോമഡി എന്ന് പറഞ്ഞാൽ അന്യായ കോമഡി പീസ്. പുള്ളി സീരിയസ് ആയിട്ടാണോ ചെയ്യാൻ നോക്കിയത് അതെയോ തമാശക്കാണോ പുള്ളിയുടെ ക്യാരക്ടറിനെ കൊണ്ടുവന്നേക്കണേന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് വീടിന് ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ചിരിച്ച് ചാവും. പിന്നെ പുള്ളിയുടെ കുറച്ച് ഡയലോഗ് ഉണ്ട്. ശ്രീനാഥ് ബാസിയും തോക്കായിട്ട് വരും, പുള്ളിയുടെയിലും തോക്കുണ്ട്. അപ്പം നിന്റെയിലും തോക്കുണ്ടോ, എന്നാ വാട നമുക്ക് വെടിവെച്ച് കളിക്കാന്ന്. ഇതാണ്. പിന്നെ ഇതില് ഒരു അന്യായ കോമഡി പീസ് ഉണ്ട്. ഒരു അധോലോക നായകൻ, പേര് ടോറസ്. കിടിലല്ലേ ടോറസ്. അതെന്തെങ്കിലും ആവട്ടെ. ഈ ടോറസ് ഒരു ഡയലോഗ് പറയുന്നത് 1 കിലോമീറ്റർ നീളത്തിലാ പറയണേ. എന്നിട്ട് ഇതിലൊരു ഒരു പഞ്ച് ഡയലോഗാ. ഡോണ്ട് കോൾ മീ ടോറസ്, കോൾ മീ ഡോൺ. എന്തായാലും ഇതിലെ മെയിൻ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ശ്രീനാഥ് ബാസി. അങ്ങേർക്ക് വയ്യ. ഈ സിനിമ മൊത്തത്തില് അങ്ങേർക്ക് വയ്യാത്തൊരിതാണ്. പുള്ളിക്ക് വയ്യെങ്കിലും അടുത്ത സീനിൽ ഫൈറ്റാ, എന്നാ പോയി ഇടിച്ചിട്ട് വരാം. ആ ഒരു വൈബായിരുന്നു ഈ സിനിമ മൊത്തത്തില്. ഞാൻ ഈ പടം ലാസ്റ്റ് ആവണേന് മുമ്പ് തന്നെ ഇറങ്ങി വന്നു. അജാതി കാട്ടവരാതെ പടം.